യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് വിവാഹ ജീവിതത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ദമ്പതികളിൽ തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ദൈവവചനം അനുസരിച്ച് എങ്ങനെയാണൊരു ക്രിസ്തീയ കുടുംബം പടുത്തുയർത്തേണ്ടതെന്ന് നമുക്ക് ഈ വചനത്തിലൂടെ കണ്ണോടിക്കാം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഈശോയെ, എല്ലാ ദമ്പതികളെയും ഈശോയെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് തരുന്നു. പരിശുദ്ധാത്മാവെ, തകർന്നുപോയ സകല മനസ്സുകളെയും സകല ദമ്പതികളെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കാനായിട്ട് ഒരു വ്യക്തി വിചാരിച്ചാലും ഈ ലോകത്ത് സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിനെ മാത്രമേ മാനസികമായി, ആത്മീയമായി, ശാരീരികമായി അകന്നുപോയ ദമ്പതികളെ കൂട്ടിയൊഴിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം കൂദാശയിലൂടെ ഒന്നിച്ചു ചേർത്ത കുടുംബങ്ങളിലെ വിവാഹബന്ധങ്ങളിലുള്ള സകല കുറവുകളും ഈശോയെ നീ ഏറ്റെടുക്കണമേ. സകല ദമ്പതിമാരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യേശുവിൻ്റെ പുതിയ ദൈവത്തിൻ്റെ സ്നേഹം പരസ്പരം അനുഭവിക്കാനുള്ള ഒരു മാർഗമായി വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്ന സകലരെയും ഈശോയെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. മറ്റുള്ളവരുടെ ദമ്പതികൾ തമ്മിലുള്ള കുറവുകൾ അവർ സാധാരണ മനുഷ്യരാന്നുള്ള അവരിലുള്ള പോരായ്മകളിലേക്ക് നോക്കാതെ ദൈവം തന്നതാണ് എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിലുള്ള പോരായ്മകളും പ്രശ്നങ്ങളും വരുമ്പോൾ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കാതെ തന്ന ദൈവത്തിലേക്ക് ചെന്ന് ദൈവത്തിൻ്റെ മുന്നിൽ സ്വന്തം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ പറയാനും, അങ്ങനെ യേശു സഭയെ സ്നേഹിച്ചതുപോലെ സ്വന്തം മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ കുറവുകൾ സ്വന്തം കുറവുകളായി യേശു ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ രക്തം ചിന്തിക്കൊണ്ട് സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മറ്റു വ്യക്തിയുടെ കുറവുകൾ സ്വന്തം കുറവുകളാണെന്നുള്ള ബോധ്യത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടി സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുക്കുവാനും നിത്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. മറ്റു വ്യക്തികളുടെ ആത്മാവിനെ രക്ഷിക്കാനായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദൈവം നമുക്ക് ജീവിത പങ്കാളി തന്നിരിക്കുന്നുള്ള ബോധ്യത്തിൽ ഈ ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ അതിനപ്പുറത്ത് നിത്യതയിലേക്ക് എത്തിച്ചേരാൻ ആത്മരക്ഷയുടെ കാര്യത്തിൽ നമ്മെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജീവിത പങ്കാളി എന്ന ബോധ്യത്തിൽ ഒരു വിധത്തില്ലെങ്കിൽ മറ്റു വിധത്തിൽ നമ്മെ നല്ലൊരു വ്യക്തികളാക്കി തീർക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി അവരെ കാണുവാനും അത് ഉൾക്കൊള്ളുവാനും അവരെ ആയിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കാനും സ്നേഹിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് കുറവുകൾ ഏറ്റെടുത്തുകൊണ്ട് കുറ്റം പറഞ്ഞും മാറി നിന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് മുറിപ്പെടുത്തി സംസാരിക്കുന്ന രീതികളെല്ലാം ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റണമേ. അങ്ങനെ ഞങ്ങളിലൂടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകാനായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഞങ്ങളെ ആദ്യമായി നമ്മളെ നമുക്ക് തന്നെ സ്നേഹിക്കാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് ജീവിത പങ്കാളിയെ സ്നേഹിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന ബോധ്യത്തിൽ പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഓരോരുത്തരെയും വിശ്വസ്തരായിട്ട് വിവാഹ ജീവിതത്തിൽ നിലനിന്നു പോകാനായിട്ടുള്ള കൃപ പരിശുദ്ധാത്മാവെ അങ്ങ് പ്രദാനം ചെയ്യണമേ. മോശയിലും അബ്രാഹത്തിലും എല്ലാം ദൈവം കണ്ട ഏറ്റവും വലിയ ഗുണം വിശ്വസ്തരായി അവർ നിലനിന്നു എന്നുള്ള ബോധ്യത്തിൽ ഉടമ്പടി ബന്ധത്തിലൂടെ ദൈവം കൂട്ടി യോജിക്കപ്പെട്ട ദമ്പതികൾ പരസ്പര വിശ്വസ്തയോടെ
നിലനിന്ന് പോകുവാനും അങ്ങനെ അതിലുള്ള വിള്ളലുകൾ പൈശാചിക പ്രവർത്തികൾ കുടുംബത്തിലേക്ക് കടന്നു വരുവാനും അങ്ങനെ കുടുംബത്തെ തകർച്ചയിലേക്ക് നയിക്കാനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് അവിശ്വസ്തതയെ കാണാനും അങ്ങനെ കൂദാശകളിലൂടെയും വായനയിലൂടെയും പരസ്പരം ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലൂടെയും എല്ലാം വെറും ശാരീരികമായ ഒരു ബന്ധത്തിലേക്ക് എത്തിച്ചേരുക വളരെ എളുപ്പമാണ്. എന്നാൽ മാനസികമായി ആത്മീയമായ ഒരു ബന്ധത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കൂട്ടായുള്ള പ്രാർത്ഥനയും കൂദാശ ജീവിതവും വചനവായനയും കുടുംബ പ്രാർത്ഥനയും എല്ലാം അതിലേക്ക് നയിക്കുമെന്നുള്ള ബോധ്യത്തിൽ ഉത്തമ ദമ്പതികളായി ജീവിച്ചുകൊണ്ട് മക്കൾക്ക് നല്ലൊരു മാതൃക പ്രദാനം ചെയ്യാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കുടുംബ ജീവിതത്തിലൂടെയാണ്, ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെയാണ് വിവാഹം കഴിഞ്ഞ വ്യക്തികൾ ദൈവത്തിലെ നിത്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന ബോധ്യത്തിൽ അത് മരണം വരെ വിശ്വസ്തരായിട്ട് ഇരിക്കാനും അങ്ങനെ ദൈവം ഒന്നായി ചേർത്ത ദമ്പതികൾ ദൈവം യോജിപ്പിച്ചത് മനുഷ്യനും ഏർപ്പെടുത്താതിരിക്കട്ടെ എന്നുള്ള വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതങ്ങൾ തകർച്ചയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും എല്ലാം നമ്മളിൽ നിന്ന് മാറ്റിക്കളയുവാനും മക്കളെല്ലാം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെല്ലാം എപ്പോഴും ഇടപെട്ടുകൊണ്ട് അവരെ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കാതെ അവരെ ജീവിക്കാനായിട്ട് അനുവദിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിക്കുവാനും എന്തെല്ലാം യോഗ്യത എന്താണ് ആ ജീവിത പങ്കാളിക്കുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്ത് നമുക്ക് തന്നു എന്നതാണ് ആ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അങ്ങനെ സവിശേഷമായി ഈ ലോകത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു ബന്ധം പോലെ വേറൊരു വ്യക്തിയുമായിട്ട് ഈ ലോകത്ത് നമുക്ക് ഒരു ബന്ധമില്ലാതിരിക്കാനും എല്ലാത്തിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ഒന്നാം സ്ഥാനത്ത് ഒരു നല്ലൊരു ബന്ധമായിട്ട് ഭാര്യയും ഭർത്താവും പരസ്പരം ഒന്നാം സ്ഥാനത്ത് അവരെ കാണുവാനും ബാക്കി എല്ലാ ബന്ധങ്ങളും രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്താനും അങ്ങനെ കുടുംബത്തെ ഒരു കെട്ടുറപ്പിൽ പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയും വിട്ടുകൊടുത്തും തോറ്റുകൊടുത്തും അങ്ങനെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ മുന്നേറി ജീവിക്കാനായിട്ട് അതിലൂടെ ലഭിക്കുന്ന സ്വന്തം വിവാഹ ജീവിതത്തിലൂടെ ലഭിക്കുന്ന മക്കളെ ദൈവത്തിന് ഇതിനും സഭയ്ക്കും ലോകത്തിനും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും എല്ലാം വളർത്തുവാനും അതിനെ ഉത്തമ പൗരരായി വളർത്തിയും മാതാപിതാക്കൾ എന്ന കടമയും നിർവഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും നിത്യതയിൽ എത്തിച്ചേരാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനഭാഗത്തേക്ക് കിടക്കാം. എന്താണ് നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയിലുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ അത് ദൈവം നമുക്ക് തന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാന കാരണം. നമ്മൾ ഈശോ കൂട്ടി യോജിപ്പിച്ചത് ആ ബന്ധത്തിൽ സ്നേഹത്തിൻ്റെ കുറവ് വരുത്താതെ 1 കൊരിന്ത്യർ 7:14 കാണാൻ സാധിക്കും. അവിശ്വസ്തയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വസ്തയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശദീകരിക്കപ്പെടുന്നുവെന്ന്. മലാക്കി 2:16 കാണാൻ സാധിക്കും. ഞാൻ വിവാഹമോചനത്തെ വെറുക്കുന്നു എന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു വ്യക്തിയിലുള്ള പോരായ്മ മറ്റൊരു വ്യക്തിയുടെ നന്മ വഴിയും വിശദീകരിക്കപ്പെടാനായിട്ടാണ് ദൈവം ദമ്പതികളെ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ളത്.
1 കൊരിന്ത്യർ 3:7 നമുക്ക് കാണാൻ സാധിക്കും. ദൈവം തരുന്ന മക്കളെ തരുന്ന സമയത്ത് സ്വീകരിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ദാമ്പത്യ ജീവിതത്തെ തകർക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് കുറ്റം പറച്ചില്, ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും എല്ലാം എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഒരിക്കലും വിവാഹ ജീവിതത്തെ തകർക്കാനുള്ള കാരണമായി തീരും. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ഫലവത്താക്കുന്നു എന്നുള്ളത് വചനം നമുക്ക് ഓർക്കാം. നമ്മൾ ജീവിത പങ്കാളിയെ മാത്രം സ്നേഹിക്കാനും അവരെ മാത്രം ശ്രമിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കാതെ ജീവിത പങ്കാളിയെ മാത്രം സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഒരിക്കലും പൂർണ്ണമായൊരു സ്നേഹമായിരിക്കില്ല. ദൈവം രണ്ട് കുടുംബങ്ങളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ രണ്ട് വ്യക്തികളെ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളെയും കൂടിയും ദൈവം കൂട്ടിയോജിപ്പിക്കുന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സ്നേഹത്തിനെതിരായിട്ടുള്ള എല്ലാ ചിന്തകളും നമ്മളിൽ നിന്ന് ദൂരെ മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ലോകത്തിലെ ആർക്കും നമ്മെ നശിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മെ നശിപ്പിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം. അത് നമ്മുടെ ചിന്തയാണ്. നമ്മെ ചിന്തയിൽ മോശമായത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ അത് നശിപ്പിക്കാനായിട്ട് കാരണമായി തീരും. നമ്മെ നശിപ്പിക്കണമെങ്കിൽ നമ്മുടെ ചിന്തയിൽ സാത്താൻ ഇടം കൊടുത്താൽ മാത്രമാണ് സാത്താനെ പോലും നമ്മുടെ മനസ്സിലേക്ക് കയറി വരാൻ സാധിക്കുകയുള്ളൂ. സ്നേഹത്തിനെതിരായ ചിന്തകളെല്ലാം നശിപ്പിച്ച് നമ്മൾ വിദ്വേഷവും വെറുപ്പും എല്ലാം തലയിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ സ്നേഹത്തിനെതിരായ എല്ലാ ചിന്തകളും നമ്മൾ തലയിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവായ ഭയം, നിരാശ, ആകുലത എല്ലാം സ്നേഹത്തിനെതിരായിട്ടുള്ള ഉള്ള ചിന്തകളാണ്. യോഹന്നാൻ 4:15 കാണാൻ സാധിക്കും, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ ഒരിക്കലും പൂർണ്ണനായിട്ടില്ല. അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വെറും ശാരീരികമായ ഒരു ബന്ധമായി മാത്രം കാണാതെ അത് മനസ്സും ആത്മാവും ശരീരമുള്ള വ്യക്തികളായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കൊരു ആത്മാവുള്ളത് കൊണ്ടാണ് നമ്മൾ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമുക്ക് മറ്റുള്ള വ്യക്തികളിലുള്ള പോരായ്മകൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാതെ അവരിലുള്ള നന്മകളെ നോക്കാനായിട്ട് പരസ്പരം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, മരണം വരെ ഒന്നായിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ദമ്പതികളുടേത്. എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു തീർക്കാനായിട്ട് നമ്മൾ പ്രത്യേകം പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പരസ്പരം ജീവിത പങ്കാളികൾ സ്നേഹത്തോടുകൂടി സംസാരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം പഠിക്കണം. ഭാര്യയും ഭർത്താവും ഒരു മനസ്സായിട്ട്, ഒരു ഹൃദയമായിട്ട് ജീവിച്ചാൽ മാത്രം പോരാ, ഒരു ശരീരമായി തീരാൻ കൂടിയാണ്
ദൈവം നമ്മെ ഓരോരുത്തരെയും കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത്. വിവാഹ ജീവിതം വഴിയാണ് ദമ്പതികൾക്ക് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനുള്ള ഒരു വഴിയെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി തീർക്കണം. നമ്മൾ വിവാഹ ജീവിതത്തിൽ എത്ര പൂർണ്ണമായി നമ്മൾ അനുസരിച്ച് തീരുന്നു, അത്ര അനുസരിച്ചാണ് നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വിവാഹ ജീവിതത്തിലെ സന്തോഷവും സ്നേഹവും ഊഷ്മളതയും കരുതലും എല്ലാം ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. പ്രസാദപര അവസ്ഥയാണ് നമ്മെ ഈ സ്നേഹത്തിൽ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് നമ്മെ ഇടയായിത്തീരുന്നത്. ദമ്പതികളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പ്രസാദപരം വഴിയാണ് ദമ്പതികളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ ആദ്യം അവർ ശാരീരികമായ ബന്ധത്തിൽ തുടങ്ങി അത് അവസാന ആത്മീയ ബന്ധത്തിൽ എത്തിച്ചേരാനായിട്ട് പഠിച്ചുയർത്താനായിട്ട് പരിശ്രമിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ വൈകാരികമായൊരു സ്നേഹം മാത്രമാണ് പ്രകടിപ്പിക്കുന്നതിന് പകരം ദൈവികമായ സ്നേഹമാണ് ജീവിത പങ്കാളിയും മക്കൾക്കും കൊടുക്കാനായിട്ട് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ഒരു പ്രവർത്തികളും വഴിയും ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ള തോന്നൽ മറ്റൊരു വ്യക്തിക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ജീവിതത്തിൽ പരിശ്രമിക്കാം. ക്രിസ്തീയമായ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരുടെ കുടുംബങ്ങളിൽ എപ്പോൾ നിന്നു പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ജീവിത പങ്കാളിയെ നമുക്ക് ലഭിച്ചത് ദേവാലയത്തിൽ വെച്ചാണ്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുമ്പോൾ അത് ദേവാലയത്തിൽ വെച്ച് യേശുവിനോട് പറഞ്ഞ് ദേവാലയത്തിൽ ചെന്ന് യേശുവിൻ്റെ അടുത്ത് പറയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മക്കള് വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ മാതാപിതാക്കൾക്ക് അവർക്കത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഒറ്റ കാര്യം മാത്രമേ മാതാപിതാക്കൾക്ക് മക്കളോട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അവരുടെ കുടുംബജീവിതത്തിൽ കയറി ഇടപെടുകയും അഭിപ്രായങ്ങൾ പറയാനായിട്ടൊന്നും അവർ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. ജീവിത പങ്കാളിയിലുള്ള കുറവുകൾ പ്രാർത്ഥന കൊണ്ട്, വിശ്വസ്തത കൊണ്ട്, കൃപ കൊണ്ട് അത് അവരെ നന്മയിലേക്ക് ആനയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. പരസ്പരം സ്നേഹം പങ്കുവെച്ച് ഒരുമയിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ കുറവ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ അവരിലുള്ള നന്മകൾ, ഒത്തിരി നന്മകൾ ഓരോ വ്യക്തികൾക്കും ദൈവം പ്രദാനം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മ നമ്മൾ ഓരോരുത്തരും പറയുന്നത് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക എന്നാണ്. നമ്മൾ ഓരോരുത്തരുടെ കുടുംബങ്ങളിലേക്കും പരിശുദ്ധ അമ്മയെ നമുക്ക് ക്ഷണിക്കാം. പരിശുദ്ധ അമ്മ നമ്മൾ ഓരോ കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, കൃപയിലേക്ക് നമ്മ ഓരോരുത്തരെയും നയിക്കും.
7 കുദാശകളിൽ വിവാഹ എന്ന കുദാശയിലൂടെ ദമ്പതികളെ ഒന്നായി ചേർത്ത് ദൈവത്തിന് മുമ്പിൽ ചെയ്ത ഉടമ്പടി ചെയ്തുകൊണ്ട് ആ ഉടമ്പടിയിൽ വിശ്വസ്തപൂർവ്വം മുന്നേറാനായിട്ട് ദൈവത്തിൻ്റെ കൃപ നമുക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ കാനായിലെ കല്യാണ വീട്ടിലെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടാണ് യേശു ആദ്യമായി തൻ്റെ അത്ഭുതങ്ങൾ ഈ ലോകത്ത് പ്രവർത്തിച്ചത്. ഓരോ കുടുംബങ്ങളും ദേവാലയത്തിനകത്താണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കാനും അങ്ങനെ കുടുംബത്തിലേക്കുള്ള അനുഗ്രഹങ്ങൾ കടന്നു വരാനായിട്ട് അതുവഴി നമുക്ക് സാധിക്കും. ഒരു ഭാര്യ വിവാഹ ജീവിതത്തിലൂടെ സ്വന്തം ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഭർത്താവിൻ്റെ കുടുംബത്തിലെ സാഹചര്യത്തിലേക്ക് പറിച്ചു നടന്നു വീഴുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ സമയങ്ങളും ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തിൽ ആ സാഹചര്യത്തിലെല്ലാം ഭർത്താവ് ആ ഭാര്യയെ ചേർത്ത് പിടിക്കാനും അങ്ങനെ പുതിയ സാഹചര്യങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാനും അവർ പരിശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ ദമ്പതികളും ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ നിന്ന് അവരാഗ്രഹിക്കുന്നത് സംരക്ഷണവും കരുതലും സ്നേഹവുമാണ്. അത് കിട്ടുമ്പോൾ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുകയും പരിഗണന നൽകാനും തുടങ്ങുകയും ചെയ്യും. എവിടെ കുടുംബജീവിതത്തിൽ പരസ്പരം ഈഗോ ആരംഭിച്ചോ അവിടെ തുടങ്ങി ജീവിതം പരാജയത്തിലേക്ക് മൂക്കുകുത്താനായിട്ട് തുടങ്ങും. സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ ഫോണിലൂടെ അപ്പനമ്മയെ ഒന്ന് വിളിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. അത് കുടുംബത്തിൻ്റെ അകത്ത് തന്നെ നിലനിൽക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. പരസ്പരം ക്ഷമ ചോദിക്കാനും തെറ്റുപറ്റുമ്പോൾ ആ തെറ്റുകൾ പുറത്തു കൊടുക്കുവാനും അങ്ങനെ തെറ്റുകൾ തിരുത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ വീണ്ടും സ്നേഹത്തിലേക്ക് ആനയിക്കാനായിട്ട് ദമ്പതികൾ പരസ്പരം പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭർത്താവിൽ നിന്ന് ഭാര്യ എന്തായാലും പ്രതീക്ഷിക്കുന്നത് സ്നേഹവും സംരക്ഷണവും ലഭിക്കാനായിട്ട് എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കും. എനിക്ക് സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തത്. എന്നെ ആ വ്യക്തിയും സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട അത്യാവശ്യമില്ല. 32:25 നമുക്ക് കാണാൻ സാധിക്കും, ഇക്കാരണത്താൽ അവൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. വിവാഹം കഴിഞ്ഞൊരു വ്യക്തി ഭാര്യയേക്കാൾ അധികമായിട്ട് മാതാപിതാക്കളെ സ്നേഹിച്ചാൽ നീ പാപം ചെയ്യുന്നു. ശൂന്യവൽക്കരിക്കപ്പെടുന്ന ഒരു സ്നേഹമാണ്. ജീവിതവും ജീവനും പങ്കാളിക്ക് വേണ്ടി ശൂന്യവൽക്കരിക്കാനും ക്രിസ്തുവും പിതാവിൻ്റെ ഇഷ്ടത്തിന് ഭൂമിയിൽ
മാനവരെ ശീലിക്കാൻ വേണ്ടി കുരിശിൽ തൂങ്ങിക്കിടന്ന് മരിച്ച് സ്നേഹിച്ചതുപോലെ നമുക്കും ജീവിത പങ്കാളിയെ സ്നേഹിക്കാനും രക്ഷിക്കാനും വേണ്ടിയും സഹനങ്ങളെ ത്യാഗങ്ങളെ ഏറ്റെടുക്കാനായിട്ട് പരിശ്രമിക്കാം. രണ്ടാമത് വിവാഹ ജീവിതത്തിൽ വേണ്ടത് പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു സ്നേഹമാണ് ദമ്പതികൾ തമ്മിൽ വേണ്ടത്. പരസ്പരം ദാനം ചെയ്യുന്ന ഒരു സ്നേഹം ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഭാര്യയുടെ ശരീരത്തിന്മേലെ ഇനി മുതൽ അധികാരം ഭർത്താവിനാണ്. ഭർത്താവിൻ്റെ ശരീരത്തിന്മേലെ ആ അധികാരം ഭാര്യയ്ക്കാണ്. അങ്ങനെ നിന്റെ ജീവിതത്തിൻ്റെ മേൽ ഉത്തരവാദിത്തം മറ്റൊരു വ്യക്തിക്കാന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ക്ഷമിക്കുന്ന ഒരു സ്നേഹമായിരിക്കണം പിന്നെ ജീവിത പങ്കാളിക്ക് നമ്മൾ നൽകേണ്ടത്. രമ്യപ്പെടുത്തുന്ന സ്നേഹം, എന്തെങ്കിലും കുറവുകൾ, വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു കലഹമൊക്കെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പറഞ്ഞു തീർത്ത് രമ്യതയിലെത്തിക്കൊണ്ട് അന്ന് കിടന്നുറങ്ങാനായിട്ട് ദമ്പതികൾ പരസ്പരം പരിശ്രമിക്കാം. പരസ്പരം വളർത്തുന്ന ഒരു സ്നേഹമാണ്, കെട്ടിപ്പടുത്ത് ഉയർത്തുന്ന ഒരു സ്നേഹമാണ്, സ്വാർത്ഥതയില്ലാത്ത സ്നേഹം ആണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് ഓരോ ദമ്പതികളും പരസ്പരം പരിശ്രമിക്കാം. അങ്ങനെ പരസ്പരം സ്നേഹങ്ങൾ കൈമാറി നല്ല സംസാരവും നല്ല പ്രവർത്തികൾ വഴി അങ്ങനെ നല്ലൊരു ദാമ്പത്യ ബന്ധത്തിലൂടെ അവരുടെ സ്നേഹം പങ്കുവയ്ക്കാനും അങ്ങനെ വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനും ഓരോ ദമ്പതികളും ദൈവം ഇടവരുത്തുമെന്ന് നാം പ്രാർത്ഥിക്കുക. പല കുടുംബങ്ങളിലും പല രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ചില വീടുകൾ കോടതി പോലെയാണ്, ചില വീടുകൾ പോലീസ് സ്റ്റേഷനും, ചില കുടുംബങ്ങൾ അസംബ്ലി പോലെയാണ് അവരുടെ കുടുംബം. ചിലത് ബിവറേജ് കോർപ്പറേഷൻ്റെ പോലെയാണ് ആ വീടുകൾ. പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സ്നേഹമില്ലെങ്കിൽ ഞാൻ ചിലങ്ങുന്ന ചായങ്ങലയോ കൈ താളമോ ആയിത്തീരുമെന്ന്. ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. എവിടെ സ്നേഹമുണ്ടോ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്നു. ഓരോ വ്യക്തിയെയും ഒരു വ്യക്തി എന്ന നിലയിൽ അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഉൽപ്പത്തി 1-ാം അധ്യായത്തിലെ 27-28 വാക്യങ്ങൾ കാണാൻ സാധിക്കും. ദൈവം പറഞ്ഞു, അങ്ങനെ സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്ത്രീയും പുരുഷനുമായിട്ടാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ചേർന്ന ഒരു യാഥാർത്ഥ്യമാണ് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കുക. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് മനുഷ്യൻ പൂർണ്ണനായി തീരുന്നത്.
സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ആഴത്തിലാണ് മനുഷ്യത്വം നിലനിൽക്കുന്നത്. ഉൽപ്പത്തി 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവമായി കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്നിണയെ ഞാൻ അവൻ നൽകും. ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിലാഴ്ത്തിക്കൊണ്ട് അവൻ്റെ വാരിയിൽ എടുത്തുകൊണ്ടാണ് സ്ത്രീയേക്ക് രൂപം കൊടുത്തത്. സ്ത്രീയെ ആദാമിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും നരൻ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് അവളെ നാരിയെന്ന് വിളിക്കും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അങ്ങനെ അവർ ഒരു ശരീരമായി തീരും. ഒരു മനുഷ്യ വ്യക്തി പൂർണ്ണനാകുന്നത് സ്ത്രീയും പുരുഷനും ഒന്നായി ചേരുമ്പോൾ മാത്രമാണ്. അങ്ങനെ വിവാഹപ്രായമായി തീരുമ്പോൾ തൻ്റെ ഭാഗമായ ഒരു സ്ത്രീയെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എല്ലാ പുരുഷന്മാരിലും തൻ്റെ ഭാര്യയിൽ നഷ്ടപ്പെട്ട് ഒരു നഷ്ടം അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഒരു സ്ത്രീക്ക് മാത്രമേ അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ആ നഷ്ടം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ പുരുഷനിലുള്ള ഒരംശം സ്ത്രീയിലേക്ക് അങ്ങനെ പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ത്രീ വരുമ്പോൾ മാത്രമാണ് ഒരു കംപ്ലീറ്റായ ഒരു മനുഷ്യനായിട്ട് മാനായിട്ട് തീരുകയുള്ളൂ. മനുഷ്യനേകനായിരിക്കുന്നല്ല വിവാഹം മനുഷ്യ ജീവിതത്തിൻ്റെ ഒഴിവാക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവന് ചേർന്ന് ഇണയെ നൽകും. ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ചേർന്ന ഇണയാണ്. ആ ജീവിത പങ്കാളി നമ്മെ വിശുദ്ധരാക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു ഉപകരണമാണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ആ വ്യക്തിയിലൂടെയാണ് ദൈവം നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതും ക്ഷമ അഭ്യസിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതും. ശക്തി ആ വ്യക്തിയിലൂടെയാണ് ദൈവം നമുക്ക് തരുന്നത്. എന്തൊക്കെ കുറവുകൾ ആ ജീവിത പങ്കാളിയിൽ നമ്മൾ കണ്ടാലും ദൈവം തന്നതുകൊണ്ട് അത് ഏറ്റെടുക്കുക എന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ആ പുരുഷനിലുള്ള ഏതെങ്കിലും ഒരു കുറവ് പരിഹരിക്കാനായിട്ട് ആ ദൈവം കൊടുത്ത ജീവിത പങ്കാളിയിലൂടെ ദൈവത്തിന് സാധിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ട്. ഒരു വിവാഹ ജീവിതം നിലനിന്നു പോകാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ആദ്യം വേണ്ടത് നിരന്തരമായ പരിശ്രമമാണ്. ദമ്പതികള് ദിവസവും എടുക്കുന്ന പരിശ്രമമാണ് വിവാഹ ജീവിതത്തെ നിലനിർത്തി വരുന്ന പ്രധാന ഘടകം. കുറ്റപ്പെടുത്തുകയോ കലഹിക്കുകയോ നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ 5 പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒന്ന്, നമ്മൾ ക്ഷമ ചോദിക്കുകയും സ്നേഹത്തോടെ രണ്ടാമത് സംസാരിക്കുകയും ഒരുമിച്ചിരുന്ന് നമ്മൾ കുറച്ച് സമയം ഭക്ഷണം കഴിക്കാനായിട്ട് തമാശകൾ പറയാൻ ചിരിക്കാനും സിനിമ കാണാനൊക്കെ കുറച്ച് സമയം നമ്മൾ ആ ജീവിത പങ്കാളിയുടെ കൂടെ അങ്ങനെ സ്നേഹത്തോടെ എത്തിച്ചേരാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ സ്നേഹങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആ സ്നേഹം ഇന്ന് നിലനിർത്തി പോകാനായിട്ട് ഓരോ ദമ്പതികളും നിതാന്തമായ പരിശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വളരെ അത്യാവശ്യമാണ്. ഓരോ വിവാഹ ജീവിതവും വിജയിക്കണമെങ്കിൽ 3 ഘടകങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഒരു വ്യക്തിയുടെ ദൗർബല്യങ്ങൾ, അവരെ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങൾ, മുൻകാലത്തുള്ള അനുഭവങ്ങൾ, വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ഇവയൊക്കെ
എങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചു എന്നുള്ള ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അങ്ങനെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങളെ, കുടുംബ പ്രശ്നങ്ങളെ പോലുള്ള ജീവിതത്തിലെ വെല്ലുവിളികളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നത് വിവാഹ ജീവിതത്തിലെ നിർണായകമായ ഒരു കാര്യമായിട്ട് തീരുന്നു. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനായിട്ട് നിതാന്തമായ പരിശ്രമം ആവശ്യമാണ്. അതിന് ആരോഗ്യപരമായൊരു കുട്ടിക്കാലം, നല്ല ഒരു ആശയപരമായ കഴിവ്, പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം സമ്മർദ്ദങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നതൊക്കെ ഒരു നല്ലൊരു ബന്ധത്തെ കെട്ടിപ്പടുക്കാനായിട്ടുള്ള പ്രധാന ഘടകങ്ങളാണ്. അങ്ങനെ വിവാഹ ജീവിതത്തിലൂടെ ശക്തമായ ഒരു ജീവിതം, ഒരു ശീലങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് വിവാഹ ജീവിതത്തിലെ ബന്ധങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, സമ്മർദ്ദങ്ങളുള്ള സമയങ്ങളിൽ പരസ്പരം താങ്ങായിട്ട് നിൽക്കാനായിട്ട് ദമ്പതികൾ പരസ്പരം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഒറ്റപ്പെട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഇടമല്ല കുടുംബ ജീവിതം. പരസ്പരം ഒരുമിച്ച് ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് വളരുന്നതാണ് ജീവിത പങ്കാളികൾ തമ്മിലുള്ള ആ ഒരു ജീവിതം. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരായിരിക്കുന്ന കാലത്തോളം നമുക്ക് പല കുറവുകളും പല പ്രശ്നങ്ങളും ഉണ്ടാവാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ആ സമയങ്ങളിലെല്ലാം നീരസം വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കാതെ നമ്മൾ വെറുപ്പും ദേഷ്യവും നീരസവും വെച്ചുകൊണ്ട് നമ്മൾ കുറേ കാലം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവായിട്ട് അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കാനായിട്ട് ഇടവരും. അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പരസ്പരമുള്ള വിപുലനമാണ്, വളരെ അത്യാവശ്യമാണ്. ആ പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്, സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. പരസ്പര പിന്തുണ നൽകുക, നിരന്തരമായ പരിശ്രമമാണ് ബന്ധങ്ങളെ നല്ലൊരു നിലയിൽ നിർത്താനായിട്ട് കാരണമായി തീരുന്നത്. പരസ്പരം ബഹുമാനിക്കാനായിട്ട്, ദമ്പതികൾ തമ്മിൽ സ്നേഹത്തിന് ഒരു കുറവില്ല, പക്ഷേ പരസ്പര ബഹുമാനമില്ലാതെ ഉള്ള സംസാരങ്ങളും പ്രവൃത്തികളുമാണ് പല ദമ്പതികളെയും തമ്മിൽ അകറ്റാൻ പ്രധാനപ്പെട്ട ഘടകമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇൻറ്റിമസി കൂട്ടാനായിട്ട് എങ്ങനെ അവർ തമ്മിൽ കുറച്ച് സമയം ചെലവഴിച്ചും എൻജോയ്മെൻറ്റ് കണ്ടുപിടിച്ച് 90% ദമ്പതികളും മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് അവരുടെ ജീവിതത്തിന് സമയം കണ്ടെത്താതെ ജീവിതം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സ്വന്തം പരസ്പരമുള്ള സ്നേഹങ്ങൾ തുറന്നു പറയാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ദമ്പതികൾ തമ്മിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് സമയങ്ങൾ ചെലവഴിക്കാനായിട്ട് പ്രത്യേകം സമയം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ വ്യക്തികളിലും പോസിറ്റീവായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ അവരിലുള്ള നന്മയെ കണ്ടെത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കാം. ആദ്യ നാളുകളിലൊക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും പരിശ്രമിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കുകയും പിന്നെ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്
എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യജീവി എന്നുള്ള പരിഗണനയും ഒരു അമ്മ എന്നുള്ള പരിഗണനയും എല്ലാം ഒരു സ്ത്രീക്ക് കൊടുക്കാനായിട്ട് ഭർത്താക്കന്മാർ പ്രത്യേകം പരിശ്രമിക്കുക. എന്താന്ന് ഭാര്യയുടേതായ ഒരു വിവാഹ ജീവിതത്തിലൂടെ യേശുവിലേക്ക് എത്തിച്ചേരാനും നല്ല മാതൃകയായുള്ള ദമ്പതികളായിട്ട് മാതാപിതാക്കളായിട്ട് മക്കളുടെ മുന്നിൽ ജീവിക്കാനുള്ള ഒരു മാതൃക ദമ്പതികൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്നേഹിക്കുന്ന വ്യക്തിയും സ്നേഹിക്കുന്നവൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും. സ്വന്തം ജീവനെ പോലെ മറ്റു വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് ദമ്പതികൾ പരസ്പരം പരിശ്രമിക്കണം. ഒരു കുഞ്ഞിന് വേണ്ടിയും ആഗ്രഹിക്കുമ്പോൾ അത് ജനികമായ താല്പര്യത്തിൽ നിന്ന് ആവാതെ ഹൃദയം കൊണ്ടും മനസ്സിൽ ആ കൊച്ചിനെ ആദ്യം കണ്ടതിന് ശേഷം മാത്രമാണ് പിന്നെ ഉദരത്തിൽ വഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ എന്നെ പൂർണ്ണമായി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരുന്നെങ്കിൽ ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് ഇറങ്ങി വരണമേ, തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൊട്ട് കൊടുക്കാനായിട്ട് പല ദമ്പതികൾക്കും തമ്മിൽ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മാത്രമാണ് തൊട്ട് കൊടുക്കുന്നതാണ് വിജയം എന്നുള്ള തിരിച്ചറിയാനുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. കുടുംബം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു സംവിധാനമാണെന്നുള്ള സത്യം അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് പരിശ്രമിക്കാം. കുടുംബങ്ങളിൽ കഴിയുന്ന പുതിയ തലമുറയ്ക്ക് സാമൂഹികമായ ഒരു ബോധ്യം അവർക്ക് ഇന്നത്തെ തലമുറയ്ക്ക് വളരെ കുറവായിട്ട് വന്നു. ഇന്നത്തെ തലമുറയിലെ പല വ്യക്തികളും രണ്ടുപേരും ഒന്നായിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഭൂരിഭാഗം പേരും ഒറ്റയ്ക്ക് ജീവിക്കാനും സഞ്ചരിക്കാനും ഉള്ള താല്പര്യമാണ് ഇന്ന് വളരെയേറെ കൂടുതൽ കണ്ടുവരുന്നത്. എന്തിനെ വിവാഹം കഴിക്കണമെന്നാണ് ഇന്നത്തെ പുതുതലമുറ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പങ്കുവയ്ക്കാനും അങ്ങനെ വിട്ടുകൊടുക്കാനും തൊട്ടുകൊടുക്കാനും ഒന്നും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. മറ്റുള്ള വ്യക്തിയുടെ താല്പര്യങ്ങൾ അംഗീകരിക്കാനോ അത് തിരിച്ചറിയാനോ സാധിക്കാതെ വരുമ്പോൾ മിക്കവാറും കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മക്കളെ ജീവിക്കാനുള്ള ഒത്തിരി വിദ്യാഭ്യാസവും എല്ലാം നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ജീവിക്കാനുള്ള ഒരു നൈപുണ്യം ആർജിച്ച് എടുക്കാനായിട്ട് പുതിയ തലമുറയെ നമുക്ക് പരിശീലിപ്പിക്കാം. ഇന്നത്തെ വീടുകളിലെ കുടുംബങ്ങളിലെ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങളും പരിഹാരം കണ്ണുനീരും എല്ലാം പരസ്പരം വീതിച്ചെടുക്കുന്നതെല്ലാം ദമ്പതികളുടെ തമ്മിലുള്ള വിജയത്തിൻ്റെ പ്രധാന രഹസ്യം. ഇന്ന് വീടുകളിൽ ഹൃദയപരമായ സ്നേഹവും എല്ലാം പരസ്പരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല വീടുകളും പല തലത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പല ഭാര്യ ഭർത്താക്കന്മാരും തമ്മിലും ഒരു കൂരയ്ക്ക് കീഴിലാണെങ്കിലും അവർ തമ്മിലുള്ള ഹൃദയങ്ങൾ വളരെ അകലെയാണ്. അവർ തമ്മിലുള്ള ഹൃദയങ്ങളിലുള്ള ഐക്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതേ ഇരിക്കുന്നു.
ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലെ 18-ാം വാക്യത്തിൽ കാണുന്ന ദൈവം കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകും. ജെറമ്യ 29:6 നമുക്ക് കാണാൻ സാധിക്കും. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകാൻ നിങ്ങളിലെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുന്നതിന് അവർക്കും മക്കളുണ്ടാകട്ടെ. അങ്ങനെ നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് എന്ന് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഭാപ്രസംഗത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലെ 9-10 വാക്യങ്ങൾ കാണാൻ സാധിക്കും. 2 പേർ ഒരാളേക്കാൾ മെച്ചപ്പെട്ടതാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാനായിട്ട് കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാനായിട്ട് കഴിയും. ഒറ്റക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരും ഉണ്ടാവുകയില്ല, അവൻ്റെ കാര്യം കഷ്ടമാണ്. ഏശയ്യ 62:5 കാണാൻ സാധിക്കും. വിവാഹ കന്യകയെ എന്ന പോലെ നിന്റെ ഉന്നതരാകാൻ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയെ എന്ന പോലെ നിന്നെ ദൈവം നിന്നിൽ സന്തോഷിക്കും. ആദ്യ മാതാപിതാക്കളെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അവർ ദൈവത്തിൻ്റെ കൂടെ ഉലാത്തുന്ന വ്യക്തികളായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് അവരോരുത്തരും ആദവും ഹവ്വയും ജീവിച്ചിരുന്നത്. ഭാര്യമാരോട് പൗലോസ്ലിയ ലേഖനത്തിൽ ഭാര്യമാരോട് പറയുന്നത്, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ക്രിസ്തു സഭയിൽ ശിരസായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. എല്ലാ കാര്യങ്ങളിലും ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണമെന്നാണ് നമ്മളെ സഭയിൽ പൗലോസ്ലിയ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയിൽ ചോദിക്കും, നമുക്കൊന്നും തലയിൽ ബുദ്ധിയില്ലാതെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. യേശുവും ഒരേ തലത്തിലുള്ള വ്യക്തികളായിരുന്നെങ്കിലും യേശുവും പിതാവുമായുള്ള തൻ്റെ സമാനത നിലനിർത്താതെ ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും അങ്ങനെ മണവാട്ടിയായ സഭയെ സംരക്ഷിക്കാനും അവരുള്ള കുറവുകൾ സ്വന്തം കുറവാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ സഭയെ സംരക്ഷിക്കാൻ വേണ്ടി കുരിശിൽ സ്വന്തം ശരീരം കുരിശിൽ രക്തം ചിന്തിക്കൊണ്ട് മാനവരാശിയെ രക്ഷിച്ച യേശുവിനെ പോലെ സ്ത്രീക്കും പുരുഷനും ഒരു സഭയിൽ തുല്യമായ അവകാശങ്ങളാണ് ദൈവം സഭയിൽ കൊടുത്തിട്ടുള്ളത്. എന്നാലും സ്ത്രീ തൻ്റെ കുടുംബത്തെയും ഭർത്താവിനെയും മക്കളെയും ദൈവത്തിന് വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി എളിമയോടെ എല്ലാ കാര്യത്തിനും ഒന്ന് വിധേയപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി സ്വന്തം ജീവിതം അങ്ങനെ യേശു ജീവിച്ചതുപോലെ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് കുടുംബത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയും ജീവിക്കുമ്പോൾ യേശു കുരിശിൽ മരിച്ചത് വഴി പിതാവായ ദൈവം യേശുവിനെ എല്ലാ നാമങ്ങളേക്കാളും ഉപരിയായ നാമം നൽകുകയും അങ്ങനെ യേശുവിൻ്റെ നാമത്തിന് മുന്നിൽ സകലനും മുട്ടുമടക്കുകയും ചെയ്ത പോലെ ഇങ്ങനെ വിവാഹ ജീവിതത്തിലൂടെ ഭാര്യ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ വിധേയത്വം അനുസരണവും വഴിയും ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചു പോയി കഴിയുമ്പോൾ യേശുവിന് കൊടുത്തതുപോലെ നിത്യതയിൽ അങ്ങനെ സ്ത്രീകൾക്ക് ദൈവം ജീവൻ്റെ കിരീടം നൽകി നിത്യകിരീടം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് കാണാനായിട്ട് ഈ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭർത്താക്കന്മാരെയും ക്രിസ്തു സഭയെ സ്നേഹിക്കുക എന്ന പോലെ അവളെ വിശദീകരിക്കാൻ വേണ്ടിയും തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യയെ വിശദീകരിക്കാൻ വേണ്ടിയും സഭയെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ജലം കൊണ്ട് തന്നെ കഴുകുകയും വെനത്താൽ വെന്മയുള്ളതായി തീർത്തത് അവളെ കറയോ ചുളിവോ കുറവുകളോ ഇല്ലാതായി തീർക്കുന്നതിന് വേണ്ടി മഹത്വപൂർണനായി തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് അവൾ
കളങ്കരഹിതയും പരിശുദ്ധിയും ആയിരിക്കുന്നതിന് വേണ്ടി അതുപോലെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരത്തെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലയോ? ക്രിസ്തുവും സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ഒന്നായിത്തീരുകയും അങ്ങനെ അതൊരു വലിയ രഹസ്യമായിട്ടാണ് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ആ ബന്ധത്തിലേക്കാണ് അത് ഈ ബന്ധത്തെ ഭാര്യ-ഭർത്തൃ ബന്ധത്തെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും തന്നെ പോലെ തന്നെ തൻ്റെ സ്വന്തം ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഇതൊരു വലിയ രഹസ്യമാണെന്നും ഒരു മിസ്റ്ററിയാണ് എന്നാണ് വചനത്തിലൂടെ നമുക്ക് കാണാനായി സാധിക്കുന്നത്. പരിശുദ്ധ കുർബാനയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിസ്റ്ററി എന്നത്. ബലിപീഠത്തിലേക്ക് യേശുവിൻ്റെ അപ്പവും വീഞ്ഞും ശരീരക്തങ്ങളാക്കി മാറ്റുന്നത് പോലെ രണ്ട് വ്യക്തികൾ അവരുടെ സാധാരണ ജീവിതത്തെ യേശുവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അസാധാരണമായ വ്യക്തികളായി തീരുന്ന ഒരു രഹസ്യമാണ് വിവാഹം എന്ന കൂദാശ. വിവാഹത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്കത് വിവാഹ ജീവിതത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വന്തം ഇഷ്ടങ്ങളെ അനുസരിച്ച് ഈശോ ഈ ഭൂമിയിൽ ഒന്നും ചെയ്തില്ലെല്ലാം പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ചെയ്തത്. അങ്ങനെ യേശു പിതാവിന് വിധേയനായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. ക്രിസ്തു സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ എല്ലാ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. കുടുംബമെന്ന ഒരു സംവിധാനത്തിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതിൽ ഒരു ലീഡറായിട്ട് ഒരു ആയിട്ട് ഹെഡായിട്ട് ദൈവം ഭർത്താക്കന്മാരെയാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സംവിധാനമാണ് അത്. ഭർത്താവിനെ അനുസരിക്കും വിധേയപ്പെട്ടിരിക്കുന്ന ഒരു ഭാര്യ ഉള്ള ഒരു വീട്ടിലെ മക്കള് മാതാപിതാക്കൾക്ക് വിധേയരായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കുടുംബങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഒരു ലീഡറായിട്ട് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് അത് ആ കുടുംബനാഥൻ എന്ന നിലയിൽ അതായത് ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തിന് വേണ്ടിയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാനായിട്ടാണ് ആ ഒരു സ്ഥാനം ഭർത്താക്കന്മാർക്ക് നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സഭയാണ് ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതുപോലെ തൻ്റെ ജീവൻ കൊടുത്തു പോലും ആ കുടുംബത്തെയും ഒരു ഭാര്യയെയും രക്ഷിക്കാനായിട്ട് ഭർത്താക്കന്മാർക്ക് കടപ്പെട്ടിരിക്കുന്നു. ആ ശിരസ്സായ ഭർത്താവ് സ്വന്തം കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകപൂർവ്വം ജീവിക്കാനായിട്ട് അവനും പരിശ്രമിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് അവരെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ എൻ്റെ ഇഷ്ടം സ്വന്തം ഭാര്യയുടെ ഇഷ്ടമനുസരിച്ച് സ്നേഹത്തിന് മറ്റുള്ളവരെ ഇഷ്ടമുള്ള ഒരു മനസ്സാക്കി തീർത്തുകൊണ്ട് ഭാര്യയിലുള്ള കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവനും തൻ്റെ കുറവാണെന്നുള്ള അത് തൻ്റെ കുറവായിട്ട് കാണാനും അങ്ങനെ ആ കുറവുകൾ പരിഹരിക്കാൻ തന്നെ
സ്വന്തം ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് ഓരോ ഭർത്താക്കന്മാരും പരിശ്രമിക്കുന്നത് അത്യാവശ്യമാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചത്, വിശദീകരിച്ചത് കുറ്റപ്പെടുത്തിക്കൊണ്ടോ മാറ്റി നിർത്തിക്കൊണ്ടോ ശാസിച്ചുകൊണ്ടോ പിന്നെ ബലം പ്രയോഗിച്ചുകൊണ്ടോ അങ്ങനെ ഒന്നുമല്ല യേശു സഭയെ സ്നേഹിച്ചത്. അങ്ങനെ ഭാര്യയിലുള്ള സ്വന്തം ഉള്ള സകല കുറവുകളും സ്വന്തം കുറവുകളായി ഏറ്റെടുത്തുകൊണ്ട് അത് അങ്ങനെ സഭയെ വിശദീകരിക്കാൻ വേണ്ടി യേശുവും അത് സഭയിലുള്ള സകല കുറവുകളും സ്വന്തം കുറവായി കണ്ട് വിശദീകരിച്ച് അങ്ങനെ കാൽവരിയിൽ രക്തം ചിന്തി മരിച്ചതുപോലെ അങ്ങനെ മറ്റൊരു വ്യക്തിയെ വിശദീകരിക്കാൻ വേണ്ടി നമ്മളും അവരുടെ കുറവുകൾ ഏറ്റെടുക്കാനായിട്ട് ദമ്പതികൾ തമ്മിൽ വളരെ അത്യാവശ്യമായ ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. സ്വന്തം ജീവിത പങ്കാളിയെ കണ്ടെത്താനായിട്ട് തോബിയാസ് മക്കൾക്ക് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ ചർച്ചക്കാരിലും നിന്റെ ജനത്തിലും നിന്നുള്ള ഒരാളെ മാത്രമേ കണ്ടെത്താവൂ എന്നും ദൈവജനത്തിൽ നിന്ന് മാത്രമേ പങ്കാളിയെ കണ്ടെത്താവൂ എന്നാണ് നമ്മളെ തോബിയാസ് മോനെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകുന്ന ഒരു ജീവിതത്തിലെ എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ ഒരിക്കലും എടുക്കാതിരിക്കാൻ ഇന്നത്തെ യുവതലമുറ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ എന്ത് കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും അത് നമ്മെ ദൈവത്തിലേക്ക് ആ ബന്ധം അടുപ്പിക്കൂ എന്ന് നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുന്നത് അത്യാവശ്യമാണ്. ഇന്ന് ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സമ്പത്തിൻ്റെ നമ്മുടെ സ്വപ്നങ്ങൾ, കുടുംബമഹിമ, സമ്പത്ത്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലായതുകൊണ്ട് സാമ്പത്തികമായുള്ള ഭദ്രത നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കും. പക്ഷേ ആത്മീയമായി വളർച്ച, ആരോഗ്യം ഉണ്ടെങ്കിൽ അതിലെത്തിയിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ, വിശ്വാസത്തിലുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വളരുന്ന ഒരു കുടുംബമാണോ എന്നുള്ളത് നമ്മൾ ഒരിക്കലും അന്വേഷിക്കാറില്ല. ഭൗതികമായ രീതിയിലുള്ള അന്വേഷണങ്ങളിലൂടെ നമ്മൾ ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ആത്മീയതയ്ക്ക് നമ്മൾ കാര്യമായ പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കഴിയുമ്പോൾ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വരും. അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ ദൈവത്തിലേക്ക് ദൈവത്തിൻ്റെ ആശ്രയവും ദൈവത്തിൻ്റെ കൃപയുമാണ് ആ വിവാഹ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മെ സഹായിക്കുന്ന പ്രധാന ഘടകമെന്നുള്ള ബോധ്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അവിശ്വാസിയായ വ്യക്തികളെ വിവാഹം ചെയ്ത് പല അവിശ്വാസിയായ വ്യക്തികളെയും വിവാഹ ജീവിതത്തിലൂടെ സ്വന്തം ജീവിതത്തിൽ സാധനങ്ങളും ത്യാഗങ്ങളും വഴി അവരെ വിശ്വാസത്തിലേക്ക് ആനയിച്ച തീർത്ഥപുണ്യയുടെ മാതൃകയൊക്കെ നമുക്ക് പലപ്പോഴും നമുക്ക് പഠനത്തിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ അവരെയൊക്കെ മാനസാന്തരത്തിലേക്ക് നയിച്ച തീർത്ഥപുണ്യവതി നമ്മുടെ മുന്നിൽ മാതൃകയായിട്ട് വിശുദ്ധയായ തീർത്ഥപുണ്യവതി നിൽപ്പുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ആത്മീയമായ ഒരു മനോഭാവം ആ വ്യക്തിക്കുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം അന്വേഷിച്ച് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിത്യതയിലേക്ക് നയിക്കുന്ന ഒരു ബന്ധമായിരിക്കണം ആത്മരക്ഷയിലെ കൈവരിക്കാനായിട്ട് സാധിക്കുമോ, ഈ ജീവിത ബന്ധത്തിലൂടെ സാധിക്കുമോ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിയമാവർത്തനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിന് വിരുദ്ധമായുള്ള വ്യക്തികളുമായി ഒരു തരത്തിലും നിനക്ക് ബന്ധമുണ്ടാകരുത്. ദൈവം ശക്തമായി നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് വിഗ്രഹങ്ങളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്ന് കൊരിന്ത്യർ 2-ാം അധ്യായം 6 മുതൽ 14 വാക്യങ്ങൾ കാണാനായി സാധിക്കും.
വിശ്വാസത്തിൽ ആഴപ്പെടാനും ആത്മീയ ചിന്തക്ക് വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ഉള്ള ഒരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ വിവാഹം കഴിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ നമുക്ക് ഉണ്ടാകുമോ എന്ന് നമ്മൾ അന്വേഷിച്ച് അറിയേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെ നമ്മളെ വിശ്വാസത്തിലേക്കും ദൈവത്തിലേക്കും അനയിക്കാത്ത എല്ലാ ബന്ധങ്ങളും പിന്നീട് അത് തകർച്ചയിലേക്കും എത്തിച്ചേരാനായിട്ട് കാരണമായി തീരും. ഭാഗ്യ സൗന്ദര്യത്തിലേക്കുള്ള ഭൗതികമായ സുസ്ഥിരതയ്ക്ക് നിതാന്തമായ മാനദണ്ഡത്തിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കും. എന്നാൽ സ്വഭാവത്തിനും മൂല്യങ്ങൾക്കും അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാനായിട്ട് ഓരോ വ്യക്തികളും അതിന് മുൻതൂക്കം കൊടുക്കാനായിട്ട് ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വികാരങ്ങളാണ് ഇന്ന് പ്രേമ വിവാഹങ്ങളിലൂടെയൊക്കെ പല വ്യക്തികളും തീരുമാനങ്ങൾ എടുക്കുന്നത്, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ മൂല്യങ്ങൾ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് സ്വഭാവത്തിനും മൂല്യത്തിനും അങ്ങനെ വിശ്വാസത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ജീവിത പങ്കാളി തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകം പരിശ്രമിക്കേണ്ടത് യുവതലമുറയൊക്കെ ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പാണ്. എബ്രായ 13:5 നമുക്ക് കാണാൻ സാധിക്കും, ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള ജീവിതം മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ വിശദീകരണമാണ് ദൈവം നമ്മെ ദൈവം ആഗ്രഹിക്കുന്നത്. പരസ്പരം കൂട്ടായ്മയിലുള്ള സ്നേഹം ദമ്പതികളെ സംബന്ധിച്ച് അവരുടെ കുടുംബജീവിതം തന്നെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മാതൃകയായിട്ട്. നമ്മുടെ മക്കളുടെ മുന്നിലൊക്കെ നമ്മുടെ വിവാഹ ജീവിതം കണ്ട് മക്കൾക്കൊക്കെ ഒരു മാതൃകയായിട്ടുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ദമ്പതികൾ തമ്മിലുള്ള വിവാഹ ജീവിതത്തിലൂടെ തന്നെയാണ് ദൈവത്തെ കണ്ടെത്താനായിട്ട് നമുക്ക് ഇടവർ നൽകുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം എപ്പോഴും ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം, വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം നന്നായി നയിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മാതൃക സമൂഹത്തിന് മുന്നിൽ നൽകാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് എന്ന് നമുക്ക് കാണാനായി സാധിക്കും. നമ്മൾ ഓരോരുത്തരും സ്നേഹബന്ധത്തിൽ നിരന്തരം വളർന്നു വരാനായിട്ട് ശാരീരികമായ ബന്ധത്തിലൂടെ ആരംഭിച്ച് സകല ദമ്പതികളും ആദ്യ കാലഘട്ടത്തിൽ ശാരീരികമായ ബന്ധത്തിലൂടെയാണ് അവർ ആകർഷകരായിട്ടാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് ആരംഭിക്കുന്നത്. പിന്നെ ആ ബന്ധങ്ങൾ പിന്നീട് അത് മാനസികമായി ആത്മീയമായ അടുപ്പത്തിലേക്ക് വളരാനായിട്ട് ഇടം തരുന്ന തരത്തിൽ ആ ബന്ധത്തെ മുന്നോട്ട് പോകാനായിട്ട് ദമ്പതികൾ പരിശ്രമിക്കണം. ദാമ്പത്യ ബന്ധം ഒരു വലിയൊരു രഹസ്യമായിട്ടാണ്, മാനുഷികമായി അത് നമുക്ക് ഒരു നിലപാടിൻ്റെ അപ്പുറത്താണ് ആ വിവാഹ ബന്ധത്തെക്കുറിച്ച് ഒരു രഹസ്യമായിട്ടാണ് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മളെ ദമ്പതികൾ തമ്മിൽ കൂട്ടിയോടിപ്പിക്കുന്ന പ്രധാന ഘടകം ഒരു പ്രാർത്ഥന അവരെ മാനസികമായി ആത്മീയമായി അടുപ്പിക്കാനായിട്ടും പ്രധാന ഘടകമായി തീരും. പരസ്പരം സംസാരിക്കാനായിട്ട്, തുറന്ന് സംസാരിക്കാനായിട്ട്. പിന്നെ നിതാന്തമായ നിശബ്ദത പല കുടുംബങ്ങളിലും ഇന്ന് കാണുന്നുണ്ട്. കുറ്റപ്പെടുത്തൽ, പിന്നെ വഴക്ക്, പിന്നെ ദമ്പതികൾ തമ്മിലുള്ള അകൽച്ച, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് പരസ്പരം ആലോചിച്ച് പ്രവർത്തിക്കാനായിട്ട് കുറച്ച് സമയം ദമ്പതികൾ തമ്മിൽ പരസ്പരം ആശയവിനിമയത്തിന് വേണ്ടിയും സമയം മാറ്റിവയ്ക്കാനും ചെലവഴിക്കാനും അവർ സമയം കണ്ടെത്തുന്നത് അത്യാവശ്യമാണ്. ആത്മീയമായ പല ചിട്ടകൾ ജീവിതത്തിൽ പാലിക്കാനായിട്ട്, കുടുംബത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട്, അത് കുട്ടികളെ പരിശീലിപ്പിക്കാനായിട്ടും ദമ്പതികൾക്ക് പ്രത്യേകമായ കടമയുണ്ട്. കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി പങ്കുകൊള്ളുക, കൂദാശകൾ, കുമ്പസാരമൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് സ്വീകരിക്കാനും, അങ്ങനെ ആത്മീയമായി വളരാനായിട്ട്, വിശ്വാസത്തിൽ ആഴപ്പെടാനും സ്നേഹത്തിൽ വളരാനും അത് ദമ്പതികളെ തമ്മിൽ കൂടുതൽ ഐക്യത്തിലേക്ക്, സ്നേഹത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ദമ്പതികൾ തമ്മിലുള്ള പരസ്പര കഴിവുകൾ അങ്ങനെ പങ്കുവെച്ച് അത് നമുക്ക്
സമൂഹത്തിനൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പ്രദാനം ചെയ്യാനായിട്ട് പല ദമ്പതികൾക്കും സാധിക്കും. കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ കാര്യങ്ങളാണ് സ്നേഹത്തോടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അങ്ങനെ അവരുടെ സ്നേഹത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മൾ പലപ്പോഴും ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നത് അവർ നമ്മളെ എന്തോരം സ്നേഹിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ച് സ്നേഹിക്കാനല്ല യേശു നമ്മളെ വിവാഹ ജീവിതത്തിലൂടെ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നമുക്ക് 100% ആ വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അവരെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ തിരിച്ച് അവരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് അടിസ്ഥാനത്തിലല്ല നമ്മൾ ഈ ഒരു ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നത്. അങ്ങനെ ജീവിത പങ്കാളിയെ നമ്മൾ നമ്മുടെ സ്നേഹപൂർവമായ പ്രവൃത്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എല്ലാം ആളെ നമ്മളെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാക്കിയിട്ട് മാറ്റിയെടുക്കാനായിട്ട് അങ്ങനെ ജീവിത പങ്കാളികൾക്ക് പരസ്പരം സാധിക്കും. ഓരോ വ്യക്തിയെയും അവരായിരിക്കുന്ന രീതിയിൽ കുറവുകളോട് കൂടിയും അംഗീകരിച്ച് സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ ഒരു സംവിധാനമാണ് കുടുംബം എന്ന സംവിധാനം. ആ കുടുംബത്തിൽ ഭർത്താവിന് ഒരു മുൻതൂക്കം കുറച്ച് കൂടുതലുണ്ട് എന്നുള്ള കാര്യം ഓരോ ഭാര്യമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദാമ്പത്യ ബന്ധം ഒരു ഉടമ്പടി വെച്ച് കെട്ടിയിട്ടുള്ള ഒരു ഉടമ്പടി തകർത്തുകൊണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും ഭാര്യയെയോ ഭർത്താവിനെയോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയോ പരിശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതത്തിൽ തകർച്ചകൾ ആരംഭിക്കാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ കുടുംബം തകരാനായിട്ടുള്ള ഇടയായിത്തീരുന്ന കാര്യങ്ങളായിത്തീരും. 1-ാം പ്രമാണം വിഗ്രഹാരാധനയും 6-ാം പ്രമാണമായ വ്യഭിചാരവും കുടുംബത്തിൽ വന്നുപെട്ട് കഴിഞ്ഞാൽ ആ കുടുംബം തകർച്ചയുടെ ആഴങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിത്തീരും. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഒന്നായിത്തീരുന്ന ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഈ ലോകത്തിലെ ബാക്കി എല്ലാ ബന്ധങ്ങളിലേക്കും ആഴത്തിലുള്ള ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തെ നമുക്ക് മറ്റുള്ളവർക്ക് ജീവിത പങ്കാളിക്ക് പകർന്നു കൊടുക്കാനായിട്ട് വിശുദ്ധ കുർബാനയിൽ ശരീരത്തിൽ ഈശോ ഇറങ്ങി വന്ന് ആ ശരീരം നമുക്ക് പകർന്നു തരുന്നത് പോലെ ഭാര്യയും ഭർത്താവും ഒന്നായി തീരാനായിട്ട് നമുക്ക് അങ്ങനെ പരസ്പരം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹം കാഴ്ചവെക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആ ജീവിത പങ്കാളിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹിക്കുകയും നിരന്തരമായി ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ നല്ലൊരു ആത്മീയതായുള്ള ഒരു വ്യക്തിയാക്കിയിട്ട് നല്ലൊരു വ്യക്തിയാക്കി തീർക്കാനായിട്ട് ആത്മരക്ഷ കണക്ക് ദൈവം നമ്മോട് ചോദിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അത്യാവശ്യമാണ്. മരണം വരെ മാത്രമല്ല, മരണത്തിന് ശേഷം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ആ ജീവിത പങ്കാളിയുടെ ആത്മരക്ഷ നമ്മൾ സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പരിശ്രമിക്കുകയോ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്തു എന്നും ദൈവം നമ്മോട് ചോദിക്കുമെന്നുള്ളതും കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഈശോയിലും യാതൊരു കുറവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഈശോ തൻ്റെ ഭാര്യ ആയിരുന്ന സഭയിലുള്ള നമ്മുടെ ഓരോരുത്തരുടെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയും ഈശോ കാൽവരി രക്തം ചിന്തിയും തന്നെ ബലിയർപ്പിച്ച ശരീരത്തിൽ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഏറ്റെടുത്തുകൊണ്ട് ഈശോ നമ്മെ ഓരോരുത്തരും രക്ഷിക്കുകയാണ് ചെയ്തത്. ഈ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയുടെ ആത്മരക്ഷ നേടിയെടുക്കാൻ വേണ്ടി നിനക്ക് സാധിക്കുമോ എന്നാണ് ദൈവം നമ്മോട് ഓരോരുത്തരും ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം.
നമ്മൾ ഓരോരുത്തരും ദാമ്പത്യ ഉടമ്പടിയും തെറ്റിക്കാനായിട്ട് ഒരിക്കലും പരിശ്രമിക്കരുത്. നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നിരന്തരമായ തകർച്ചകൾ, പ്രശ്നങ്ങൾ, കലഹങ്ങൾ അതൊക്കെ മാറാതെ എപ്പോഴും കുടുംബത്തിൽ വിട്ടുമാറാതെ പിന്തുടരുമ്പോൾ നമ്മൾ ദാമ്പത്യ ഉടമ്പടി ലംഘിച്ചിട്ടുള്ള എന്തെങ്കിലും പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായോ എന്നും നമ്മൾ ഒന്ന് ആത്മശോധന ചെയ്യുകയും അത് അനുദപിച്ച് ദൈവത്തിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് കുമ്പസാരിച്ച് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തിലുള്ള സകല കഷ്ടപ്പാടുകളും രോഗങ്ങളും തകർച്ചകളും എല്ലാം ദൈവം ഏറ്റെടുത്ത് നമ്മെ ഉയർച്ചയിലേക്ക് നയിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്നും നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കും. ക്രിസ്തീയ കുടുംബം എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതാണ് കുടുംബം ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ രക്ഷാകരമായ ഒരു പദ്ധതിയിൽ ഭാഗമാകുകയാണ് നമ്മൾ വിവാഹ ജീവിതത്തിലൂടെ സാധിക്കുന്നത്. നമ്മൾ ഏറ്റെടുക്കുന്നത് ജീവിത പങ്കാളിയെ നമ്മൾ ഏറ്റെടുക്കുന്നത്. ഈ ചെറിയവനും ഒരുവനും പോലും നശിച്ചു പോകാൻ എൻ്റെ സർവ്വസ്നായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്ന് അതുപോലെ ഒരു വ്യക്തി പോലും നശിക്കാനായിട്ട് ദൈവം അങ്ങനെ നമ്മുടെ ജീവിത പങ്കാളിയെ രക്ഷാകര പദ്ധതിയിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അയാളെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചതാണ് ഈ വിവാഹ ജീവിതം എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. കുറവുകളുള്ള ജീവിത പങ്കാളിയെ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്യാതെ ഏതെങ്കിലും കാരണവശാലും നമ്മളെ ജീവിത പങ്കാളിയെ മറ്റുള്ളവർ പരസ്യമായി കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ കൂടെ നിന്ന് കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ആ സമയത്ത് അവർ ജീവിത പങ്കാളിയെ കൂടെ നിൽക്കാനായിട്ട് നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ പല പ്രതീക്ഷകൾ, സങ്കല്പങ്ങളൊക്കെ നമ്മൾ വിവാഹത്തിന് മുമ്പ് ഓരോ വ്യക്തിയെയും വിവാഹ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സങ്കല്പിച്ചു കൂട്ടും. അങ്ങനെ ആ സങ്കല്പത്തിലുള്ള ആ ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഒരു ഭാര്യയെ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോഴുള്ള ജീവിത പങ്കാളിയെ ആയിരിക്കുന്ന രീതിയിൽ അംഗീകരിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലും അവർ പെരുമാറുകയും അവരിൽ നിന്ന് സ്നേഹം കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരെ സ്നേഹിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ അവർ പെരുമാറാതെയും മനസ്സിലാക്കാതെയും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും നമ്മെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത പങ്കാളിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിച്ച് ദൈവത്തെ പ്രതി മാത്രം ദൈവത്തിൻ്റെ മുന്നിൽ ചെയ്ത ഒരു ഉടമ്പടി എന്ന ലെവലിൽ ദൈവം തന്ന വ്യക്തിയാണെന്നുള്ള ബോധ്യത്തിൽ ഒരു ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഒരു വിവാഹ ജീവിതം നയിക്കാനായിട്ട് ആണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അവരിൽ നിന്ന് എന്തെങ്കിലും സ്നേഹം തിരിച്ചു കിട്ടുമോ, എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കാതെ നിസ്വാർത്ഥമായി സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കാനാണ് വിവാഹ ജീവിതത്തിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും കുട്ടിയൊഴിപ്പിച്ചിട്ടുള്ള ബോധ്യം ഓരോ ദമ്പതികൾക്കും പ്രത്യേകം ഉണ്ടായിരിക്കണം. അങ്ങനെ പല പ്രാർത്ഥനകളും ദൈവം നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്നില്ല എന്ന് നമ്മൾ പരാതി പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദമ്പതികളാകുന്ന ഓരോ യുവാവിനും യുവതിയെയും പള്ളിയിലേക്കും ആനയിക്കുകയാണ് ചെയ്യുന്നത്. അവരെ മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം കൂടിയും കൂദാശപരമായ ഒരു ജീവിതത്തിലേക്കും അവരെ ഒരു പുരോഹിതനായ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായ പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ അവരെ ആ വിവാഹത്തിലേക്ക് ആനയിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ വിവാഹ ജീവിതത്തിലെ ക്രിസ്തീയ വിവാഹ ജീവിതങ്ങളിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അവരെ കൂദാശയിൽ ഒരു ദമ്പതികളായി ഒന്നായി ഉയർത്തുന്ന ഒരു കൂദാശയാണ് വിവാഹം. അവിടെ നമ്മൾ എന്തെങ്കിലും ദാമ്പത്യ അവശിഷ്ടതകൾ ഉടമ്പടിക്ക് എതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സംരക്ഷണ വേലയും തകർത്തുകൊണ്ട് പൈശാചിക ബന്ധനങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് കയറി നമ്മുടെ കുടുംബത്തെ തകർക്കാനായിട്ട് പരിശ്രമിക്കാനായിട്ട് ഇത് നൽകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. പ്രമാണ ലംഘനത്തിലൂടെയാണ് തകർച്ചകൾ ഓരോ കുടുംബത്തിലെയും ഒരു ജീവിതത്തിലേക്കും കടന്നു വരുന്നത്.
അങ്ങനെ നമ്മൾ ആ തെറ്റുകൾ തിരുത്തി മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിച്ച് നമ്മെ നമ്മോട് കരുണ കാണിച്ച് ദൈവത്തിൻ്റെ കൃപകളും പ്രസാദപരം കൊണ്ട് നമ്മെ ഓരോരുത്തരുടെ കുടുംബങ്ങളെയും ദൈവം ബലപ്പെടുത്തായി സംരക്ഷിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ജനികമായ പാപങ്ങളിൽ നിന്ന് വികാരം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നാണ് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കുക. കുദാശകളിലൊന്നായ വിവാഹം കുദാശ, അത് ദൈവവിളി, ക്രിസ്ത്യാനിയായ ഓരോ വധുവരന്മാരും തിരുസഭയുടെ മുമ്പിലേക്കാണ് കടന്നു വരുന്നത്. മാതാപിതാക്കളും സഹോദരങ്ങളും അഭിനൂത്താദികളും ആ സഭയിലേക്ക് നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായ പുരോഹിതന്മാരിലേക്ക് ഒന്നായി ചേർത്തുകൊണ്ടാണ് ദൈവം യോജിപ്പിച്ചത്. മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ എന്നാണ് വചനത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. ദൈവം യോജിപ്പിച്ചത് ആണ്. അത് വേർപ്പെടുത്താൻ വേണ്ടിയും ആരൊക്കെ അതിനു വേണ്ടിയും പരിശ്രമിക്കുകയും അതിനു വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിനെതിരെ കുദാശകൾക്കെതിരെ ചെയ്ത ആ ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് ഉള്ള ശാപത്തിന് കാരണമായി തീരും. നാം കഴിവുകുറവുകൾ മനസ്സിലാക്കുന്നില്ല, സ്നേഹം നൽകുന്നില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പല വ്യക്തികളും വിവാഹമോചനം നടത്താനായിട്ട് കാരണമായി തീരുന്നു. വിവാഹ ജീവിതത്തിലെ സഹനങ്ങളുണ്ട് എന്നുള്ള ബോധ്യം ഇന്ന് ആ സഹിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നത്. ജീവിതത്തിലെ വേദനകളും കഷ്ടപ്പാടുകളും സഹനങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ അത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വളരുന്ന വേദനകളെ ഏറ്റെടുക്കാനായിട്ട് സഹനത്തിലൂടെ മക്കളെ സഹനത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷ കൈവരിക്കുകയുള്ളൂ എന്ന സാഹചര്യത്തിലൂടെ വഴിതെറ്റി പോകാതെ നേർവഴിക്ക് നയിക്കാനായിട്ട് നമുക്ക് ഇട നൽകണമെന്ന് പ്രാർത്ഥിക്കാം. അത് വർത്തിക്കാനായിട്ട് ആ വിവാഹ ജീവിതത്തെ വചനം വഴി കൂട്ടിയോജിപ്പിച്ച ബന്ധമാണ് വിവാഹ ജീവിതം. ആ വചനത്തെ എതിരായിട്ട് അത് വേർതിരിക്കാനായിട്ട് ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാൽ ആ വ്യക്തികളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം വിലാപത്തിലേക്കും കണ്ണുനീരിലേക്കും ഉള്ള ഒരു ജീവിതമായിട്ട് വീണുപോകും നമ്മുടെ ജീവിതമെന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. നമ്മുടെ കുടുംബത്തെ നമ്മൾ എന്തൊക്കെയാണ് മറ്റു വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നമ്മളുടെ വഴി കണ്ണുനീര് വീഴ്ത്താനായിട്ട് നമ്മൾ ഇട നൽകിയിട്ടുണ്ടെങ്കിൽ ആ അതേ ജീവിതം തന്നെയായിരിക്കും നമുക്കും ദൈവം നമ്മളിൽ നിന്ന് നമുക്ക് തരാനായിട്ട് പോകുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. സ്വാർത്ഥത ആണെന്നും പല വിവാഹമോചനങ്ങളെയും മോചനത്തിലേക്ക് എത്തുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സ്നേഹമില്ലായ്മയും പിന്നെ ദൈവവചനത്തിൻ്റെ വിരുദ്ധമായ ജീവിതവുമാണ് നയിക്കുന്നതെങ്കിൽ സ്വാർത്ഥതയാണ് പല വിവാഹമോചനത്തിന് പിന്നിലുള്ള പ്രധാന ഘടകം. ആ സ്വാർത്ഥതയെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് നാം മാത്രമേ നമുക്ക് വിവാഹ ജീവിതത്തിലേക്ക് മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. അഹങ്കാരം വെടിഞ്ഞുകൊണ്ട് എളിമയിലേക്ക് കടന്നു വരാനായിട്ട് ഓരോ വ്യക്തിയും പരിശ്രമിക്കാം. സ്വന്തം ശക്തി കൊണ്ടോ ഏതെങ്കിലും വ്യക്തികളുടെ സഹായം കൊണ്ടോ നമുക്കൊന്നും ഒരിക്കലും വിവാഹ ദമ്പതികൾ തമ്മിലുള്ള അകൽച്ചയെ നികത്താനായിട്ട് സാധിക്കില്ല. പരിശുദ്ധാത്മാവിനെ മാത്രമേ ആ വ്യക്തികൾ തമ്മിലുള്ള കുടുംബത്തെ തകർച്ചയെ പരിശുദ്ധാത്മാവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ ഞങ്ങൾ ദമ്പതികൾ തമ്മിലുള്ള ആ ഹൃദയ ഐക്യത്തിനും സ്നേഹത്തിനും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം നികത്താനായിട്ട് പരിശുദ്ധാത്മാവിന് മാത്രമേ ആരോഗ്യപരമായൊരു സ്നേഹത്തിലേക്ക് എത്താൻ കുടുംബത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേറെ സമ്പത്തോ എന്തൊക്കെ ഉണ്ടെങ്കിലും കുടുംബ സമാധാനമാണ് വളരെ അത്യാവശ്യമായിട്ട്. സന്തോഷവും കുടുംബസമാധാനവും നിറഞ്ഞൊരു ജീവിതം ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പ്രസാദപരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്.
നമ്മൾ പരിശുദ്ധാത്മാവ് നിരന്തരം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ ആർക്കും നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ പരിഹരിക്കാനോ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സാധിക്കില്ല എന്ന ബോധത്തിൽ യേശു നദികളിലേക്ക് കടന്നു ചെല്ലുവാനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും കൂട്ടിയോജിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ള ബോധത്തിൽ പരിശുദ്ധാത്മാവ് വിശുദ്ധ കുർബാനയിൽ കുമ്പസാരം വചന വായനയിൽ മാനസാന്തരപ്പെട്ടുകൊണ്ട് അനുദപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയൊക്കെ വിദ്വേഷവും വെറുപ്പും മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് അലസതയും അഹങ്കാരവും അസൂയയും സ്വാർത്ഥതയും എല്ലാം വെടിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് അനുദപിച്ച് മാനസാന്തരത്തിലേക്ക് കടന്നു വരാം. ദൈവം നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വിശ്വസ്തത എന്ന പുണ്യമാണ് ദൈവം നമ്മളിൽ നിന്ന് ഓരോരുത്തരുമായിരിക്കുന്നത്. നമുക്ക് വിശ്വസ്തയോടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം ഉടമ്പടി ലംഘിക്കാതെ വിശ്വസ്തയോടെ മരണം വരെ ജീവിക്കാനായിട്ട് കൃപ തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മോശയ്ക്കും അഹ്റോനും പിന്നെ അബ്രാഹത്തിനും ഒക്കെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാന ഗുണം വിശ്വസ്തയും സൗമ്യതയുമാണെന്ന് നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കും. ഏത് പാപം നമ്മൾ ചെയ്താലും ആ പാപത്തിന് ദൈവവചനം അനുസരിച്ച് ഒരു ശിക്ഷയുണ്ട്. പക്ഷെ നമ്മൾ അനുദപിച്ചും ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ദൈവം നമ്മളെ കരുണ വർഷിച്ച് ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല. നമ്മൾ പാപം ചെയ്തു എന്ന് വിചാരിച്ച് ദൈവം നമ്മളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പക്ഷേ നമുക്ക് ശിക്ഷ ലഭിക്കും. അപ്പം ഉടനടി തന്നെ നമുക്ക് നമ്മെ അനുതാപത്തിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഒരു ശിക്ഷണമായിട്ട് നമ്മൾ അതിനെ കാണണം. ശിക്ഷയായിട്ടല്ല നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ദൈവം നമ്മെ വിശുദ്ധീകരിച്ച് ദൈവത്തിലേക്ക് വീണ്ടും എത്തിക്കാനായിട്ട് നമ്മൾ ഇടയായി തീരും. അതുകൊണ്ട് വ്യഭിചാരവും വിഗ്രഹാരാധനയും 1-ാം പ്രമാണവും 6-ാം പ്രമാണവും നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ വിശ്വസ്തയോടെ സ്നേഹത്തിൽ ഐക്യത്തിൽ അനുദപിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് പൂർണ്ണമായി തിരിച്ചു വരാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തികളും സ്വന്തം ജീവിത പങ്കാളിയെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവമേ അവരെ പൂർണ്ണമായി അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഈശോയുടെ മുന്നിലേക്ക് പൂർണ്ണമായി അവരായിരിക്കുന്ന രീതിയിൽ അവരുള്ള കുറവുകൾ മദ്യപാനത്തിൻ്റെ മേഖലകളുണ്ടെങ്കിൽ അതിൽ ഞാൻ എന്തൊക്കെല്ലാം കുറവുകളോടുകൂടി എല്ലാ കുറവുകളും ഈശോയെയും അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ വ്യക്തിയെ ആയിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കാനും സ്നേഹിക്കാനും പൂർണ്ണമായി സ്നേഹിക്കാനായിട്ടും എളിമപ്പെടാനായിട്ടും തൊട്ടുകൊടുക്കാനായിട്ടും അങ്ങനെ സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് സ്വയം സമർപ്പിച്ചുകൊണ്ട് സ്നേഹിക്കാനായിട്ട് തിരിച്ചു കിട്ടാതെ സ്വാർത്ഥപരമായ സ്നേഹം നമ്മൾ തിരിച്ച് നമുക്ക് എന്ത് ലഭിക്കുമെന്നുള്ള ഒരു ബോധത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് എനിക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുന്ന യേശുവിൻ്റെ സ്നേഹം ആ വ്യക്തിയെ പകർന്നു കൊടുക്കാനായിട്ട് എന്നെ ഒരു ഉപകരണമാക്കി തീർക്കണമേ. അങ്ങനെ ആ വ്യക്തിയുടെ ആത്മരക്ഷ വിശുദ്ധീകരണം നമ്മളിലൂടെ പൂർത്തീകരിക്കാനും ദൈവിക പദ്ധതിയിൽ രക്ഷാകര കർമ്മത്തിൽ നമ്മെ ഭാഗഭാക്കുകളാകാനായിട്ട് നമ്മൾ മരിച്ച് വ്യക്തിയിൽ ചെല്ലുമ്പോൾ ആ ജീവിത പങ്കാളിയെ ദൈവത്തിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ ജോലി നമ്മൾ എന്തെങ്കിലും പരിശ്രമിച്ചോ എന്ന് ദൈവം നമുക്ക് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നൽകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യസ്ഥരാന്നുള്ള ബോധത്തിൽ നമുക്ക് ഓരോരുത്തരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് ദാമ്പത്യധർമ്മം വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് മരണം വരെ അതിൽ വിശ്വസ്തയോടെ നിലനിൽക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കൂടി മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധത്തിൽ പാപത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറാനും പിന്നെ അനുദപിക്കാനും മാനസാന്തരത്തിലേക്ക് നയിക്കാനും സ്വയം വിശദീകരിക്കാനും പാപം ഒഴിഞ്ഞു മാറി കൂദാശകൾ അടുപ്പിച്ച് സ്വീകരിക്കാനും വിശുദ്ധ ബലിയിലും ദൈവവചന വായനയിലും എല്ലാം കുടുംബ പ്രാർത്ഥനയിലും നമുക്ക് ലഭിക്കുന്ന മക്കളെ പൂർണ്ണമായി ദൈവത്തിനും സഭയ്ക്കും മറ്റുള്ളവർക്കും ഉപകാരമുള്ള രീതിയിൽ വിശ്വാസത്തിലും അടിയുറച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടാനായിട്ട് നമ്മെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.